ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു കേരള സ്റ്റൈൽ വെള്ളരിക്ക പച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി അരക്കഷ്ണം വെള്ളരി, അരമുറി തേങ്ങ, തൈര്, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില, കടുക്, പിന്നെ ആവശ്യത്തിന് ജീരകം. ആദ്യം ഇതൊക്കെ റെഡിയാക്കി വെക്കുക. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന അരക്കഷ്ണം വെള്ളരി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ മാറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. നല്ല എരിവുള്ള മുളകാണെങ്കിൽ അതിൻ്റെ എണ്ണം കുറക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ ഒരു മീഡിയം എരിവുള്ള പച്ചമുളക് ആയത് കാരണം 2 എണ്ണം നടുകീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അര കഷ്ണം വെള്ളരി വേവാനായി ഞാൻ ടോട്ടലി 3/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ അര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ചുകൂടി വേണം തോന്നിയപ്പം 1/4 കപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 3/4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കൂടാതെ നോക്കിയാൽ മതി, കുറഞ്ഞാൽ കുഴപ്പമില്ല. അരപ്പും തൈരും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് കുറഞ്ഞു പോയാൽ ആഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഉപ്പ് 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു അടപ്പ് വെച്ച് മൂടി ലോ സിമ്മിൽ വെള്ളരിക്ക വേവാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന അരക്കപ്പ് തേങ്ങ, 2 പച്ചമുളക്, പിന്നെ 1/4 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ കുറച്ച് വെള്ളമൂടി ആഡ് ചെയ്ത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിച്ച് അത് വെള്ളം പോലെ അരച്ചെടുക്കാൻ പാടില്ല. അതിൻ്റെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. ഈ അരച്ചെടുത്തതിന് ശേഷം 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരിക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ജീരകവും പച്ചമുളകും തേങ്ങയും ഫൈൻ പേസ്റ്റ് ആക്കിയ പോലെ ഒരിക്കലും ഫൈൻ പേസ്റ്റായി അരച്ചു കൊണ്ടുവരരുത്. പച്ചടിയുടെ ടേസ്റ്റ് പാടെ മാറിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരിക. പൾസ് ചെയ്ത് കൊണ്ടതിന് ശേഷം ആണ് ഈ അരപ്പ് നമ്മൾ വേവിച്ചിരിക്കുന്ന വെള്ളരിക്കയിൽ ആഡ് ചെയ്യേണ്ടത്. ഈ വെള്ളരിക്ക വേവിക്കാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം വെക്കാൻ പാടില്ല. അത് ഏത് പച്ചടിയാണേലും കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കുമ്പം ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ സിമ്മിൽ വെച്ചിട്ട് വേവിക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വറ്റിപ്പോവും. അത് കഷ്ണങ്ങൾ വേവാനും ചാൻസ് കുറവാണ്. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കാം. നമുക്കിനി കഷ്ണങ്ങൾ വെന്തോ നോക്കാം. അടപ്പ് മാറ്റുക. ആവി പോകുന്നുണ്ട്. നന്നായി വെന്തിട്ടുണ്ട് ഇവിടെ. അതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മുടെ അരപ്പും ബാക്കി തൈരും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഒന്നിക്കിൽ ഒരു വെള്ളത്തിൽ ഇറക്കി വെക്കുക. ഒരു 5-10 മിനിറ്റ് ഇറക്കി വെക്കുമ്പോൾ ചൂട് നന്നായി ആറുന്നതാണ്. ഇവിടെ ഞാൻ പുറത്തൊരു 5 മിനിറ്റ് വെച്ചപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ജീരകം, കടുക് ഇതൊക്കെ അരച്ചു വെച്ച അരപ്പില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒരു സ്പൂൺ വെച്ച് യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിച്ചതിന് ശേഷം ആണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ അരക്കഷ്ണം വെള്ളരിക്കൊക്കെ 3 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പച്ചടിക്ക് നല്ല പുളിയുള്ള തൈരായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തൈര് ഇട്ട് കൊടുത്ത് കട്ടകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊണ്ടുവരാം. എന്നിട്ട് ആ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോഴ് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വേവിക്കുമ്പോൾ 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞു പോയാൽ പ്രശ്നമില്ല. ഇപ്പോൾ തൈരും മരപ്പൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് താളിക്കാനായിട്ടൊരു പാന് വെച്ചു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില, വറ്റൽമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ താളിപ്പ് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചൂടോടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പം ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് താളിപ്പ്.
ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സാമ്പാർ, ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇതൊരു നല്ലൊരു കോംബോ ആണ്. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പച്ചടി എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയും വരുന്നത് വരെ ബൈ ഫ്രം റെഡ് ബാംഗിൾ സ്റ്റോറീസ്.